ആദ്യമായിട്ട് ഒരു റിക്വസ്റ്റ് എല്ലാവരോടും ഉള്ളത്, ഇത് പറയുന്ന സമയത്ത് ആദ്യം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കൂ. കേട്ടതിന് ശേഷം പലർക്കും എന്നെ തെറി വിളിക്കണം തോന്നും. സ്വാഭാവികം. നമ്മുടെ മേജർ രവി അണ്ണാൻ അറിയാം. അണ്ണാൻ തന്നെ അണ്ണന്റെ വീഡിയോക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഈ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എന്നെ നല്ലോണം തെറി പറയുന്നത് എനിക്കറിയാന്ന്. അപ്പൊ ആ പുള്ളിക്കാരൻ തന്നെ അറിയാം, പുള്ളിക്കാരൻ വിവരക്കേടാണ് പറയുന്നത് എന്ന്. ഓക്കെ, ആയിക്കോട്ടെ, പറ, വിവരക്കേട് പറ, കേക്കട്ടെ. ഞാൻ ഇതിനകത്ത് കുറെ സ്റ്റഡീസ് നടത്തിയിട്ടാണ് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. സോനം വാങ്ഡൂസിന് എനിക്ക് ചൈന ഭാഷ പറയുന്നോടാ. എത്ര ദിവസം സ്റ്റഡി നടത്തിയെന്നാ പറഞ്ഞത്? എത്ര ദിവസം സ്റ്റഡി നടത്തി, എത്ര ദിവസം പഠനം നടത്തിയെന്നാണ്? എടാ പൊന്നു ഡാവേ, ആ പേര് പോലും പറയാനറിയില്ല. അപ്പൊ ഇതിൽ എത്രമാത്രം നിനക്ക് വിവരം ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. സോനം വാങ്ചുക്. ഓക്കെ, അക്ഷരസ്ഫുടതയോടുകൂടി പറയണം, സ്പെല്ലിംഗ് തെറ്റരുത്. സോനം വാങ്ചുക്. ഓക്കെ, നിങ്ങൾ ഡൽഹിയിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പോലും ചില ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പോയി നിന്നിട്ട് ഒച്ചമ്പാടുണ്ട്. അവര് ആർട്ടിസ്റ്റുകൾക്ക് ഒരു പണിയില്ല, ചുമ്മാ ഇവിടെ വീട്ടില് കയ്യിലും കുത്തിയിരിക്കുക. അപ്പോഴാണ് അവിടെ പോയാൽ നീ പറഞ്ഞതുപോലെ ഫ്രീ ആയിട്ട് എന്ത് കിട്ടുന്ന പറഞ്ഞത്, ഫ്രീ ആയിട്ട് ഫുഡും കള്ളും കിട്ടുമെന്ന് അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് കരുതിയിട്ട് പോയതാ കൂടാ. എടാ നാറി, നിനക്കെതിരെ +2 +1 പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി കേസ് കൊടുത്ത് വക്കീൽ നോട്ടീസ് വന്നില്ലേ? വിദ്യാർത്ഥികളെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് നേതാവായ മേജർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത്. അപ്പോൾ അതിനെതിരെ ഒരു +2 കാരി ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അവർ നമ്മളോടൊപ്പിച്ചിരുന്നു മാളവിക, ആലപ്പുഴ സ്വദേശിയായ മാളവികയാണ് ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്? ഇന്നലെ ശ്രീ മേജർ രവി അങ്കിൾ ഒരു ഫേസ്ബുക്ക് ലൈവ് പോയിരുന്നു. അതിൽ അദ്ദേഹം ഈ പ്രൊട്ടസ്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ പ്രൊട്ടസ്റ്റിൽ ആളുകൾ വെള്ളമടിക്കാനും കള്ളു കുടിക്കാനും പിന്നെ ഫ്രീ ഫുഡിനും വേണ്ടിയാണ് വരുന്നത്. പിന്നെ രാത്രി കാലങ്ങളിൽ അട്രോസിറ്റിയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്തത്. ഇപ്പോഴത്തെ സച്ചിൻ അടക്കം വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായിട്ട് എത്തിയിട്ടുണ്ട്. ഹോളിവുഡ് താരങ്ങൾ, ബോളിവുഡ് താരങ്ങൾ, തമിഴ് താരങ്ങൾ, മലയാളി താരങ്ങൾ എന്ന് വേണ്ട, ഇന്ത്യയിൽ ഉടനീളം എല്ലാ ഈ കേരള മലയാളികളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മാത്രമല്ല എല്ലാവരും, ഇന്ത്യക്കാരാകുന്ന ബോധമുള്ള പൗരബോധമുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊഴിച്ച്, ചാണക സംഖ്യകളൊഴിച്ച്, അന്ന് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കി ഒറ്റിക്കൊടുത്ത ആ ടീം ഒഴിച്ച് ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി പറ. ഇന്ത്യയിലേക്ക് നിങ്ങളൊരു പാർലമെന്റ് അറ്റാക്ക് നടത്താനൊക്കെ പോവുക എന്നൊക്കെ പറയുന്നത് നിങ്ങളെപ്പോഴും ഈ പീക്കരി പടകളെ കൊണ്ടൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. അതിന്റെ മുന്നിൽ നിങ്ങൾ പ്രക്ഷോഭം നടത്താൻ പോയി കഴിഞ്ഞാൽ അതിനതിൻ്റെതായിട്ടുള്ള കിട്ടും. പാർലമെന്റ് അറ്റാക്ക് ചെയ്യാൻ പീക്കിരി പടകൾ പോയി, കയ്യിൽ റോസാപ്പൂവും മറുകയ്യിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ദേശീയഗാനം ചൊല്ലി സമാധാനപരമായിട്ട് സമരം ചെയ്യുന്ന ചെറിയ 16ഉം 17ഉം വയസ്സുള്ള വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച സംഘി പോലീസ്. എന്നിട്ട് പറയാണ് പാർലമെന്റ് അറ്റാക്ക് ചെയ്യാൻ. പാച്ച കളവ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. നന്നായിട്ട് വളർത്തിയിട്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അവിടെ ഇതുപോലുള്ള പ്രക്ഷോഭത്തിനായിട്ട് അവിടെ പോവില്ല. അവിടെ പട്ടി കഴുവറടാ മോനെ. നന്നായിട്ട് വളർത്തിയ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും അവിടെ പ്രക്ഷോഭത്തിന് പോകില്ല എന്ന്. നന്നായിട്ട് വളർത്തിയതാണ് സംഘപരിവാരുകാരാണ് നിങ്ങളൊക്കെ തന്തമാര്. നിങ്ങളൊക്കെ നന്നായി വളർത്തിയിരുന്നെങ്കിൽ, അന്ന് ഷൂ നക്കി കൊടുത്ത സമയത്ത് നിങ്ങളൊക്കെ കുറച്ച് ഇത്തിരി കൂടി വിവരം വിദ്യാഭ്യാസം തന്ന് വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ഒന്നും നാവെന്ന് ഇത് കേൾക്കില്ല. നാളെ നിങ്ങളുടെ മക്കള് കാരണം നിങ്ങളെ അവരുടെ തന്തക്ക് വിളിക്കുമ്പോൾ അത് ആ തന്തയാണ് നീ എന്ന ബോധം നിനക്കുണ്ടോടാ നാറി. അപ്പൊ അവിടെ പോയ മക്കളെ, കുട്ടികളെ നിരന്തരം ഇയാൾ അപമാനിക്കാണ്. നല്ല തറവാട്ടിൽ പിറന്ന നല്ല കുട്ടികളാണെങ്കിൽ അവിടെ പോവില്ല എന്നാ പറയുന്നത്. ചേറ്റ. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട്, ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. പലതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതുമാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. ലാലേട്ടൻ നിങ്ങളുടെ വലിയ ആയിരുന്നല്ലോ. കൊറോണ സമയത്ത് പാത്രം കൊട്ടിയിട്ട് നരേന്ദ്രമോദി പാത്രം കൊട്ടി ഓടിക്കാൻ പറഞ്ഞപ്പോൾ കൊറോണയെ മുന്നിൽ നിന്ന് പാത്രം കൊട്ടി ഓടിച്ച ആളാണ്. ഇതുവരെ ഇതിനെതിരെ ഒരു അക്ഷരം ശബ്ദിക്കാത്ത ആളാണ്. ആ മോഹൻലാലിന്റെ മകളെ കുറിച്ച്, പ്രിയ പുത്രിയെ കുറിച്ച് പറയാണ്, ഏതെങ്കിലും ഒരു പട്ടിയെ കണ്ട ആ പട്ടിയുടെ കൂടെ നടക്കുന്ന കുട്ടിയായിരുന്നു ആ കുട്ടിയെന്ന്. ഇയാളെ വിചാരം ഇപ്പോഴും ഇത് pre-KG കുട്ടി, ഇയാൾ കയ്യിൽ മടിയിലിരുത്തി കൊണ്ടു നടക്കുന്ന കുട്ടിയാണ് മായ എന്നാണ്. എടോ, വിവരവും വിദ്യാഭ്യാസവും ബോധവുമുള്ള 18 വയസ്സ് കഴിഞ്ഞ ഒരു പൗരയാണ്. വോട്ടവകാശമുള്ള ഒരു വ്യക്തിയാണ് മായ. അല്ലാതെ നീ പറയുന്നത് പോലെ പട്ടിയുടെ പിന്നാലെ നടക്കുന്ന കുട്ടിയല്ല കേട്ടോടാ പട്ടി. മോദി ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമിനേഷൻ പേപ്പർ ലീക്കായി കഴിഞ്ഞാൽ അതിന്റെ പിറകില് മോദി ഗവൺമെന്റിനെ താഴ്ത്തത്. ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്താണ്? ഒരു മാറ്റമില്ലല്ലോ. ഇവിടെയാണ് നമ്മൾ നാഷണലിസ്റ്റിക് വേ ഓഫ് തിങ്കിങ് തുടങ്ങിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് സോറോസിന്റെ ഫണ്ടിങ്. ഈ സോറോസ് എന്ന് പറയുന്ന വ്യക്തി ഏതാണ്? 40 ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കിയ വ്യക്തിയാണ്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇവിടെ പിന്നെ ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? എന്റെ പൊന്നുടാവേ, ഇതെങ്ങനെയാടാ ഈ ഒരു വർഗത്തിൽ വന്നുപെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ആവുന്നത്? ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഒരു IAS കാരി
നല്ല പോലീസ് ഉദ്യോഗസ്ഥയായി ജോലി ചെയ്ത ആള് ചാണകത്തിൽ വീണോട് കൂടി കഴിഞ്ഞു റോട്ടിലൊക്കെ കടന്ന് തുള്ളി ചാടുന്ന IAS ഒന്നോ IPS ഒന്നോ മേജർ ഒന്നോ വ്യത്യാസമല്ല, ചാണകക്കുണ്ടിൽ വീണാൽ വൻ തോൽവിയാവുകയാണല്ലോ. എനിക്ക് നിങ്ങളോട് ഇതാണ് പറയാനുള്ളത്. കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം, എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്.